പ്രിയപ്പെട്ട ഉദ്യോഗാർത്ഥികളെ, കോൺഫിഡൻഷ്യൽ അസിസ്റ്റന്റ് പരീക്ഷയ്ക്കായിട്ടുള്ള കോൺഫിഡൻഷ്യൽ അസിസ്റ്റന്റ്, സ്റ്റെനോഗ്രാഫർ വിവിധ ഡിപ്പാർട്ട്മെന്റുകളിലേക്ക്, കോർപ്പറേഷനുകളിലേക്കും ഒക്കെ വിളിച്ചിട്ടുണ്ട്. പരീക്ഷ അപ്ലൈ ചെയ്തിട്ടുണ്ടാവും. നിങ്ങൾ ഓൾറെഡി ടൈപ്പിസ്റ്റ് യോഗ്യതയുള്ള ആളുകൾക്ക് അപ്ലൈ ചെയ്യാൻ പറ്റുന്ന പരീക്ഷയായിരുന്നു. അപ്പോൾ അതിനു വേണ്ടിയിട്ട് എന്ത് പഠിക്കണം, എങ്ങനെ പഠിക്കണം എന്നുള്ളതാണ് ഈ വീഡിയോയിൽ നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത്. പരീക്ഷ എന്നാണ് വരുന്നത്? പരീക്ഷ ഒക്ടോബർ, നവംബർ, ഡിസംബർ മാസങ്ങളിലായിട്ടാണ് പരീക്ഷ വരുന്നത് എന്നുള്ളതാണ് PSC നമ്മളോട് പറഞ്ഞിട്ടുള്ളത്. അപ്പോൾ അതായത് കൃത്യമായിട്ട് സിസ്റ്റമാറ്റിക് ആയിട്ട് പഠിക്കാൻ ഇനിയും നമ്മുടെ മുന്നിൽ സമയമുണ്ട്. ഇതുവരെ നിങ്ങൾ ഈ പരീക്ഷയ്ക്കായിട്ട് അപ്ലൈ ചെയ്തു, പക്ഷേ പഠിച്ചു തുടങ്ങിയിട്ടില്ലെങ്കിൽ ഇനിയും പഠിച്ചു തുടങ്ങാൻ സമയമുണ്ട്. സിസ്റ്റമാറ്റിക് ആയിട്ട് പഠിച്ചാൽ അടുത്ത ഒരു 6 മാസം കൊണ്ട് നമുക്ക് സുഖമായിട്ട് ഈ സിലബസ് കവർ ചെയ്തെടുത്ത്, കാരണം വളരെ വിശദമായിട്ട് PSC പറഞ്ഞിട്ടുണ്ട് എന്താണ് പഠിക്കേണ്ടത് എന്നുള്ളത്. അപ്പോൾ അത് സിസ്റ്റമാറ്റിക് ആയിട്ട് പഠിച്ച് നമുക്ക് കവർ ചെയ്തെടുത്ത് നല്ല റാങ്ക് നേടാനായിട്ട് നമുക്ക് സാധിക്കും. അപ്പോൾ ഇതിലേക്ക്, നമ്മുടെ ഈ ഒരു സിലബസിലേക്ക് പോകുന്നതിന് മുന്നേ പറയട്ടെ, I+ ഈ പരീക്ഷയ്ക്ക് വേണ്ടിയിട്ട് ഏറ്റവും ഇന്റൻസീവ് ആയിട്ടുള്ള കോച്ചിങ് പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. ഓൾറെഡി I+ന്റെ കോഴ്സിൽ ഒരുപാട് കുട്ടികൾ പഠിക്കുന്നുണ്ട്. ഏറ്റവും പുതിയ ക്വസ്റ്റ്യൻ ഡിസ്കഷൻസ് ഉൾപ്പെടെ, നമ്മൾ ഏറ്റവും ലേറ്റസ്റ്റ് ആയിട്ട് നടന്ന ചോദ്യങ്ങളുടെ ഡിസ്കഷൻസ് ഉൾപ്പെടെയാണ് നമ്മൾ ഈ ഒരു കോഴ്സിൽ നമ്മൾ ഡീൽ ചെയ്യുന്നത്. അപ്പോൾ നിങ്ങൾക്ക് വളരെ ചെറിയ ഫീസിൽ I+ന്റെ കോഴ്സിൽ ഇപ്പോൾ എൻറോൾ ചെയ്യാം. കോഴ്സിന്റെ ഡീറ്റെയിൽസും മറ്റ് വിശദാംശങ്ങളും ഒക്കെ നമ്മുടെ വീഡിയോയുടെ ഡിസ്ക്രിപ്ഷനിൽ ഉണ്ടാവും. ഓക്കെ, അപ്പോൾ കോൺഫിഡൻഷ്യൽ അസിസ്റ്റന്റ്, സ്റ്റെനോഗ്രാഫർ, ടൈപ്പിസ്റ്റ് പരീക്ഷകളിലേക്ക് ഒരു കോമൺ സിലബസ് എന്ന് പറഞ്ഞാൽ GK ആൻഡ് കറണ്ട് അഫയേഴ്സ് 10 മാർക്കിനുണ്ടാവും. അതെന്താണെന്നുള്ളത് വളരെ വിശദമായിട്ട് നമുക്ക് നോക്കാം. കമ്പ്യൂട്ടർ ആപ്ലിക്കേഷൻ, അതിലാണ് ഏറ്റവും കൂടുതൽ, കമ്പ്യൂട്ടർ ആപ്ലിക്കേഷന് വേണ്ടിയിട്ടാണ് ഏറ്റവും കൂടുതൽ വെയിറ്റേജ് ഉള്ളത്. എക്സൽ, വേർഡ്, പവർ പോയിന്റ്, കുറച്ച് കമ്പ്യൂട്ടറിന്റെ കുറച്ച് ബേസിക് ആയിട്ടുള്ള കാര്യങ്ങൾ, കുറച്ച് അഡ്വാൻസ്ഡ് ആയിട്ടുള്ള കുറച്ച് ടോപ്പിക്കുകൾ എന്നിവയാണ് ആ ഭാഗത്ത് നിന്ന് പഠിക്കാനുള്ളത്. ഏറ്റവും കൂടുതൽ വെയിറ്റേജ് അതിനാണ്, 40 മാർക്കാണ്. ടൈപ്പ് റൈറ്റിംഗ് വിട്ടിട്ടില്ല, 10 മാർക്ക് ടൈപ്പ് റൈറ്റിംഗിൽ നിന്നുണ്ട്. അത് റിപ്പീറ്റഡ് ആയിട്ടുള്ള കുറേ ചോദ്യങ്ങളുണ്ട്. നമുക്കത് പഠിച്ചു വെച്ചാൽ തന്നെ നമുക്ക് ടൈപ്പ് റൈറ്റിംഗിൽ നിന്ന് ഫുൾ മാർക്ക് സ്കോർ ചെയ്യാനായിട്ട് സാധിക്കും. ജനറൽ ഇംഗ്ലീഷിൽ നിന്ന് 10 മാർക്ക്. മലയാളം, റീജിയണൽ ലാംഗ്വേജ് മലയാളത്തിൽ നിന്ന് 20 മാർക്കുണ്ട്. മലയാളം വളരെ ഇമ്പോർട്ടന്റ് ആണ്, 20 മാർക്കുണ്ട്. ദെൻ സിമ്പിൾ അരിത്തമെറ്റിക് ആൻഡ് മെന്റൽ എബിലിറ്റി, അതിൽ നിന്ന് 10 മാർക്ക്. ആപ്റ്റിറ്റ്യൂഡും റീസണിങ്ങും ഒക്കെയാണ്, അതിൽ നിന്ന് 10 മാർക്ക്. അപ്പോൾ സിസ്റ്റമാറ്റിക് ആയിട്ട് പഠിക്കാമെങ്കിൽ ഈ സിലബസ് നമുക്ക് കവർ ചെയ്തെടുക്കാവുന്നതേ ഉള്ളൂ. നന്നായിട്ട് പഠിക്കുക. അപ്പോൾ ആദ്യത്തെ പാർട്ട് എന്ന് പറയുന്നത് GK പാർട്ട് 1, 10 മാർക്കിന് GK ആൻഡ് കറണ്ട് അഫയേഴ്സ് ആണ്. അപ്പോൾ അതിൽ എന്തൊക്കെയാണ് നമ്മൾ കോമൺ PSC പരീക്ഷകൾക്ക് പഠിക്കുന്ന ആളാണെങ്കിൽ, ഡിഗ്രി പ്രിലിമിനറിക്കോ അല്ലെങ്കിൽ +2 ലെവൽ പരീക്ഷകൾക്കോ അല്ലെങ്കിൽ 10th ലെവൽ പരീക്ഷകൾക്കോ ഒക്കെ പഠിക്കുന്ന ആളാണെങ്കിൽ ഈ പറഞ്ഞതുപോലെ ഇത് വളരെ സിമ്പിൾ ആയിട്ട് നമുക്ക് പഠിച്ചെടുക്കാം. അല്ലെങ്കിൽ തന്നെയും സിസ്റ്റമാറ്റിക് ആയിട്ട് നമ്മൾ ചോദ്യങ്ങളിലൂടെയൊക്കെ പോയി നമുക്ക് എടുക്കാവുന്ന പാഠഭാഗങ്ങളേ ഉള്ളൂ. ഫാക്ട്സ് അബൌട്ട് ഇന്ത്യ, ഇന്ത്യൻ ജോഗ്രഫി, അതുപോലെ ഇന്ത്യൻ ഹിസ്റ്ററി, ഈ പറഞ്ഞ 5 ഇയർ പ്ലാൻ ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ അതിനകത്തുണ്ട്. ദെൻ ഫാക്ട്സ് അബൌട്ട് കേരളത്തിന്റെ ജോഗ്രഫി, ദെൻ റിനൈസൻസ് ഇൻ കേരള, ഇത് ഇമ്പോർട്ടന്റ് ആണ്, അത് പഠിക്കേണ്ടിയിരിക്കുന്നു. ദെൻ ഇമ്പോർട്ടന്റ് ഇവന്റ്സ്, അതിൽ റിനൈസൻസിലെ പ്രധാനപ്പെട്ട ഇവന്റുകൾ, പ്രധാനപ്പെട്ട റിനൈസൻസ് ലീഡേഴ്സ്, നവോത്ഥാന നായകർ ആരൊക്കെയാണെന്നുള്ളതാണ് ഇവിടെ പഠിക്കേണ്ടത്. പേര് പറഞ്ഞു തന്നെ കൊടുത്തിട്ടുണ്ട്, അത് പഠിക്കുക. കറണ്ട് അഫയേഴ്സ് ഓരോ മന്ത്ലി കറണ്ട് അഫയേഴ്സ്, നമ്മുടെ കോഴ്സിലൊക്കെ ആണെങ്കിൽ ഓരോ മാസത്തെയും മന്ത്ലി കറണ്ട് അഫയേഴ്സ് നമ്മൾ എല്ലാ മാസവും അപ്ഡേറ്റ് ചെയ്ത് പോകാറുണ്ട്. അത് ഫോളോ ചെയ്താൽ മാത്രം മതിയാകും. അപ്പോൾ ഇതാണ് 10 മാർക്കിന് സിസ്റ്റമാറ്റിക് ആയിട്ട് ഇവിടെ കൊടുത്തിട്ടുണ്ട്. വേൾഡ് ജോഗ്രഫിയോ ഒന്നും ഇവിടെ നമുക്ക് പഠിക്കേണ്ടതില്ല, ആ കാര്യങ്ങൾ പറഞ്ഞിട്ടില്ല. ദെൻ പാർട്ട് 2 കമ്പ്യൂട്ടർ ആപ്ലിക്കേഷൻ, ഏറ്റവും കൂടുതൽ മാർക്ക് വെയിറ്റേജ് ഉള്ളത് ഈ സിലബസിൽ, ഏറ്റവും മാർക്ക് വെയിറ്റേജ് ഉള്ളത് ഈ പാർട്ട് 2 കമ്പ്യൂട്ടർ ആപ്ലിക്കേഷന് വേണ്ടിയിട്ടാണ്. 40 മാർക്കാണ് ഇതിനുള്ളത്. അതിൽ എന്തൊക്കെയാണുള്ളത്? അതിൽ പല മൊഡ്യൂളുകളായിട്ട് തിരിച്ചിട്ടുണ്ട്. മൊഡ്യൂൾ 1 കമ്പ്യൂട്ടർ ഫണ്ടമെന്റൽസ് ആൻഡ് ഇൻഫോർമാറ്റിക്സ്, അതിനകത്ത് കമ്പോണൻസ് ഓഫ് എ കമ്പ്യൂട്ടർ സിസ്റ്റം, അതിൽ ഹാർഡ്വെയർ കമ്പോണന്റുകൾ, നമ്മൾ കമ്പ്യൂട്ടറിന്റെ ബേസിക് ആയിട്ട് പഠിക്കുന്ന ഹാർഡ്വെയർ, മെമ്മറി, റോം, റാം, ഇൻപുട്ട് ഡിവൈസുകൾ, ഔട്ട്പുട്ട് ഡിവൈസുകൾ, അതൊക്കെയാണ് ഹാർഡ്വെയർ കമ്പോണന്റുകൾ. സോഫ്റ്റ്വെയർ കമ്പോണന്റുകളും ഈ ഒരു ഭാഗത്ത് നിന്ന്, കമ്പോണന്റിന്റെ ഭാഗത്ത് നിന്ന് പഠിക്കാനായിട്ടുണ്ട്. ദെൻ എന്താണ് സോഫ്റ്റ്വെയർ സിസ്റ്റം, നമ്പർ സിസ്റ്റം, അതിന്റെ കൺവേർഷൻ, അതിന്റെ ഏറ്റവും ബേസിക് ആയിട്ടുള്ള കൺസെപ്റ്റുകൾ അറിഞ്ഞിരിക്കുക. കമ്പ്യൂട്ടർ കോഡിങ്ങിന്റെ ബേസിക് ആയിട്ടുള്ള സിസ്റ്റംസ് അറിഞ്ഞിരിക്കുക. മൊഡ്യൂൾ 2 ഓഫീസ് ഓട്ടോമേഷൻ, അതിനകത്താണ് നമുക്ക് ഈ MS ഓഫീസ് പഠിക്കാനുള്ളത്. MS ഓഫീസ് എന്ന് പറഞ്ഞാൽ അതിനകത്ത് വേർഡ് വരും, എക്സൽ വരും, പവർ പോയിന്റ് വരും. അപ്പോൾ ഒരുപാട് ചോദ്യങ്ങൾ നമ്മൾ എത്ര പഠിച്ചെന്ന് പറഞ്ഞാലും ഇതിൽ നിന്ന് കുറേ ഡിഫറെന്റ് ടൈപ്പ് ഓഫ് ക്വസ്റ്റ്യൻസ് അവിടുന്ന് ഇവിടുന്ന് ഒക്കെ വരാം. അപ്പോൾ അത് കൂടുതൽ ചോദ്യങ്ങൾ നമ്മൾ പഠിച്ചെടുക്കുക എന്നുള്ളതാണ്, ആ കാര്യങ്ങൾ നോക്കുക എന്നുള്ളതാണ് ഇതിനകത്ത് നമ്മൾ ചെയ്യേണ്ടത്. MS വേർഡ്, MS എക്സൽ, അതുപോലെ തന്നെ MS പവർ പോയിന്റ്, 3 കാര്യങ്ങളും ഇവിടുന്ന് നമ്മളോട് പറഞ്ഞിട്ടുണ്ട്. അത് കൃത്യമായിട്ട് പഠിക്കാനായിട്ട് ശ്രദ്ധിക്കുക. ദെൻ കമ്പ്യൂട്ടറിൽ തന്നെ മൊഡ്യൂൾ 3 എന്ന് പറയുന്ന പ്രോഗ്രാമിംഗ് ലാംഗ്വേജ് ആണ്. മൊഡ്യൂൾ 1ൽ നിന്ന് എത്ര മാർക്കായിരുന്നു ഉണ്ടായിരുന്നത്? ഹാർഡ്വെയർ കമ്പോണന്റുകളിൽ നിന്ന് 6 മാർക്ക്, സോഫ്റ്റ്വെയർ കമ്പോണന്റുകളിൽ നിന്ന് 4 മാർക്ക്. ദെൻ അങ്ങനെ 10 മാർക്കായി. മൊഡ്യൂൾ 2 ഓഫീസ് ഓട്ടോമേഷനിൽ MS വേർഡ് 4 മാർക്കുണ്ട്, MS എക്സൽ
4 മാർക്കുണ്ട്. പവർ പോയിന്റിൽ നിന്ന് 2 മാർക്ക്, അത് 10 മാർക്ക് ആ മൊഡ്യൂൾ 2 നിന്നുമായി. മൊഡ്യൂൾ 3 പ്രോഗ്രാമിംഗ് ലാംഗ്വേജസ്. അപ്പോൾ അതിൽ ബേസിക് ആയിട്ടുള്ള ഒബ്ജക്ട് ഓറിയന്റഡ് പ്രോഗ്രാമിംഗിന്റെ കൺസെപ്റ്റ് ആണ് ആദ്യത്തെ പാർട്ടായിട്ടുള്ളത്. അതിൽ 2 മാർക്ക് സ്ട്രക്ചർ ഓഫ് സി പ്രോഗ്രാമിംഗ്, ഒബ്ജക്ട് ഓറിയന്റഡ് പ്രോഗ്രാമിംഗ് തുടങ്ങിയ പഠിക്കുക. C++ ബേസിക്സ്, അതെന്തൊക്കെയാണ്, ഓപ്പറേറ്റേഴ്സ്, ഡേറ്റ ടൈപ്സ് തുടങ്ങിയ കാര്യങ്ങളാണ്. 2 മാർക്കാണ് C++ ബേസിക്സിൽ നിന്നുള്ളത്. വിഷ്വൽ ബേസിക് ആ ഭാഗത്തു നിന്നും 2 മാർക്ക്. അപ്പോൾ നമ്മൾ കുറച്ച് കമ്പ്യൂട്ടറിന്റെ ഡീപ്പായിട്ടുള്ള, കമ്പ്യൂട്ടർ നേരത്തെ പഠിച്ചിട്ടില്ലാത്ത ഒരാളാണെങ്കിൽ കുറച്ച് ശ്രദ്ധിക്കേണ്ട, കുറച്ച് ഡീപ്പായിട്ട് പോകേണ്ട കുറച്ച് കാര്യങ്ങളാണ് ഈ ഒരു മൊഡ്യൂളിലുള്ളത്. കമ്പ്യൂട്ടർ ആപ്ലിക്കേഷനിൽ തന്നെ ഈ പറഞ്ഞിരിക്കുന്ന ഈ പ്രോഗ്രാമിംഗ് ലാംഗ്വേജസ് എന്നുള്ള മൊഡ്യൂളിൽ നമുക്ക് പഠിക്കാനുള്ളത്. അത് 2 മാർക്കിനുണ്ട്. ദെൻ VB.NET ലാംഗ്വേജ്, അതിനും 2 മാർക്ക് ഈ ഒരു ഭാഗത്ത്. അപ്പോൾ പ്രോഗ്രാമിംഗ് ലാംഗ്വേജ് എത്ര മാർക്കാണ്? 2, 4, 6, 8 മാർക്കാണ് പ്രോഗ്രാമിംഗ് ലാംഗ്വേജിൽ നിന്ന് നമുക്ക് ഇവിടുന്ന് പഠിക്കാനുള്ളത്. ഓക്കെ, അപ്പോൾ അതിനുശേഷം നമ്മൾ മൊഡ്യൂൾ 4ലേക്ക് പോവുകയാണ്. ഡേറ്റാബേസ് മാനേജ്മെന്റ് സിസ്റ്റം, DBMS. ഇതും കുറച്ച് ഡീപ്പായിട്ടുള്ള ടോപ്പിക്കുകളാണ്. എന്താണ് ഡേറ്റാബേസ് സിസ്റ്റംസ്, അതിന്റെ കൺസെപ്റ്റ് എന്താണ് എന്നുള്ള കാര്യങ്ങളൊക്കെയാണ്. 2 മാർക്കാണ് ആ ഭാഗത്ത് നിന്ന് നമുക്ക് ഉള്ളത്. ദെൻ ഡേറ്റാബേസ് ക്വയറി കമാൻഡ്സ്, അതിൽ വിവിധ കമാൻഡുകൾ, അത്തരം കാര്യങ്ങളൊക്കെ ഒരു 4 മാർക്ക്. അപ്പോൾ ഡേറ്റാബേസ് സിസ്റ്റത്തിൽ നിന്ന് 6 മാർക്കാണ് ടോട്ടൽ വരുന്നത്. നേരത്തെ പ്രോഗ്രാമിംഗിൽ നിന്ന് 8 മാർക്ക്, ഡേറ്റാബേസ് സിസ്റ്റത്തിൽ നിന്ന് 6 മാർക്ക്, രണ്ടും കൂടെ 14 മാർക്കുണ്ട്. 5ാമത്തെ മൊഡ്യൂൾ എന്ന് പറയുന്നത് വെബ് ഡിസൈനിങ് ആണ്. വെബ് ഡിസൈനിങ്ങിൽ എന്താണ്, വേൾഡ് വൈഡ് വെബ്, അതിന്റെ ഹിസ്റ്ററി, വെബ് ബ്രൗസേഴ്സ്, നമ്മൾ നേരത്തെ കമ്പ്യൂട്ടർ ഫണ്ടമെന്റൽസിൽ പഠിക്കുന്ന കാര്യങ്ങൾ തന്നെയാണ്. അതിന് 2 മാർക്ക്. HTML എന്താണ്, HTMLന്റെ പല കോഡുകൾ, ഈ പറഞ്ഞതുപോലെ ഹെഡ് ആൻഡ് ബോഡി സെക്ഷൻസ്, അതിന്റെ കമ്പോണന്റുകൾ, വെബ് പേജുകൾ, അതൊക്കെയാണ് HTMLന്റെ ഭാഗത്തു നിന്നുള്ളത്. അതിനും 2 മാർക്ക് നമുക്കുണ്ട്. ജാവാസ്ക്രിപ്റ്റ് എന്താണ്, അതിന്റെ കാര്യങ്ങൾ എന്തൊക്കെയാണെന്ന് പഠിക്കുന്നതിനും 2 മാർക്കുണ്ട്. അപ്പോൾ അത് 6 മാർക്ക് ആ ഭാഗത്ത്. അങ്ങനെ ടോട്ടൽ 20 മാർക്ക് അവസാനത്തെ 3 മൊഡ്യൂളുകളിൽ നിന്ന് ആയിട്ടുണ്ട് കമ്പ്യൂട്ടർ ആപ്ലിക്കേഷനിൽ. ദെൻ അങ്ങനെ ടോട്ടൽ 40 മാർക്ക് ഈ പറഞ്ഞ ഓഫീസ് ഓട്ടോമേഷനും നമ്മൾ ആദ്യം കണ്ട ഈ ഹാർഡ്വെയർ, സോഫ്റ്റ്വെയർ കമ്പോണന്റുകൾ എല്ലാം കൂടെ ചേർത്ത് 40 മാർക്ക് കമ്പ്യൂട്ടറിന്റെ ഭാഗത്ത്. അപ്പോൾ ഏറ്റവും കൂടുതൽ നമുക്ക് പഠിക്കാനുള്ളത് കമ്പ്യൂട്ടറിന്റെ കാര്യങ്ങളാണ് എന്നുള്ള കാര്യം ഓർക്കുക. 3ാമത്തെ പാർട്ട് നമ്മൾ നേരത്തെ പറഞ്ഞതുപോലെ ടൈപ്പ് റൈറ്റിംഗ് ആണ്. 10 മാർക്കാണ് ടൈപ്പ് റൈറ്റിംഗ് ഉള്ളത്. അത് ഫിക്സഡ് ആയിട്ട് കുറെ കാര്യങ്ങളുണ്ട്, അത് നമ്മൾ പഠിക്കുക. മാക്സിമം ക്വസ്റ്റ്യൻസ് ഈ ഭാഗത്ത് നിന്ന് വർക്കൗട്ട് ചെയ്യുക എന്നുള്ള നമ്മൾ ചെയ്യേണ്ടത്. ടൈപ്പ് റൈറ്റിംഗിൽ നിന്ന് നമ്മൾ ഏറ്റവും ശ്രദ്ധിക്കേണ്ടത് മാക്സിമം ക്വസ്റ്റ്യൻസ് വർക്കൗട്ട് ചെയ്യുക എന്നുള്ളത് തന്നെയാണ്. 10 മാർക്ക് ടൈപ്പ് റൈറ്റിംഗിൽ നിന്ന്. പാർട്ട് 4 എന്താണ്, ജനറൽ ഇംഗ്ലീഷ്. ജനറൽ ഇംഗ്ലീഷിന് 10 മാർക്കാണ് ഉള്ളത്. ജനറൽ ഇംഗ്ലീഷിൽ എന്തൊക്കെ വരും, കോംപ്രിഹെൻഷൻ, ഒരു പാസേജ് തന്നിട്ട് അതിൽ നിന്നുള്ള ചോദ്യങ്ങൾ, കോംപ്രിഹെൻഷൻ ഉണ്ട്. ദെൻ സിനോണിംസ് ആൻഡ് ആന്റോണിംസ്, ആ പാസേജിൽ നിന്ന് പലതും വരാം. മൊഡ്യൂൾ 2 ജനറൽ ഇംഗ്ലീഷ് തന്നെ പല രീതിയിൽ തിരിച്ചിട്ടുണ്ട്. മൊഡ്യൂൾ 1 കോംപ്രിഹെൻഷൻ, മൊഡ്യൂൾ 2 എഡിറ്റിംഗ്, ക്യാപിറ്റലൈസേഷന്, പങ്ക്ച്വേഷന്, സെന്റൻസ് കറക്ഷൻ തുടങ്ങിയ കാര്യങ്ങളാണ് ആ ഭാഗത്ത് നിന്നുള്ളത്. മൊഡ്യൂൾ 3 ഇംഗ്ലീഷ് യൂസേജ് ഇൻ ഡേ ടു ഡേ അഫയേഴ്സ്, അതിൽ ഇൻകംപ്ലീറ്റ് സെന്റൻസ്, ഡയലോഗുകൾ, കണ്ടീഷണൽ ക്ലോസസ്. മൊഡ്യൂൾ 4 ഇഡിയംസ് ആൻഡ് ഫ്രൈസസ്, ആ കാര്യങ്ങൾ പഠിക്കുക. മൊഡ്യൂൾ 5 എന്ന് പറയുന്നത് വേർഡ് ഓർഡർ ആൻഡ് സെന്റൻസ് ഓർഡർ, അത് കറക്റ്റ് ആക്കുക. മൊഡ്യൂൾ 6 എന്ന് പറയുന്നത് ബേസിക് ഗ്രാമർ, ആർട്ടിക്കിൾ, പ്രിപ്പോസിഷൻ, ടെൻസ്, ക്ലോസ്, ഫ്രൈസൽ, വെബ്സ് തുടങ്ങിയ കാര്യങ്ങൾ. മൊഡ്യൂൾ 7 വോയിസ്, ആക്റ്റീവ് വോയിസും പാസീവ് വോയിസ്, അതിന്റെ ചേഞ്ചിങ്. മൊഡ്യൂൾ 8 റിപ്പോർട്ടഡ് സ്പീച്ച്. മൊഡ്യൂൾ 9 സ്പെൽ ചെക്ക്, സ്പെല്ലിംഗ് കറക്റ്റ് ആക്കുക എന്നുള്ളതാണ്. അപ്പോൾ അതിന് 10 മാർക്കാണ് ഏതിൽ നിന്നുള്ളത്, ഇംഗ്ലീഷിൽ നിന്നുള്ളത്. ഫൈനലി മലയാളം ഒരു പാർട്ടും കൊണ്ടുണ്ട്. മലയാളത്തിന് 20 മാർക്കുണ്ട്. മലയാളത്തിൽ കൃത്യമായിട്ട് വൊക്കാബുലറിയും നമുക്ക് പഠിക്കാനാണ്. പദശുദ്ധി, വാക്യശുദ്ധി, പരിഭാഷ, ഒറ്റപ്പദം, പര്യായം, വിപരീത പദം തുടങ്ങിയ കാര്യങ്ങളാണ് ഈ ഭാഗത്തു നിന്നുള്ളത്. മലയാളം അതിന് 20 മാർക്ക്. നമുക്ക് നന്നായിട്ട് പഠിച്ചു കഴിഞ്ഞാൽ, കുറേ ചോദ്യങ്ങൾ ചെയ്ത് കഴിഞ്ഞാൽ മലയാളം നമുക്ക് ചെയ്തെടുക്കാവുന്നതേ ഉള്ളൂ. ലാസ്റ്റ് പാർട്ട് എന്ന് പറയുന്നത് എന്താണ്, ആപ്റ്റിറ്റ്യൂഡ് ആണ് ആൻഡ് റീസണിങ് ആണ്. സിമ്പിൾ അരിത്തമെറ്റിക് 5 മാർക്ക്. അതിൽ ഏതൊക്കെയാണെന്ന് കൃത്യമായിട്ട് പറയുന്നുണ്ട്. നമ്പേഴ്സ്, ബേസിക് ഓപ്പറേഷൻസ്, ഫ്രാക്ഷൻസ്, ഡെസിമൽസ്, പെർസെൻറ്റേജ്, പ്രോഫിറ്റ് ആൻഡ് ലോസ്, ഇൻട്രസ്റ്റ്, റേഷ്യോ, പ്രൊപ്പോർഷൻ, ടൈം ആൻഡ് ഡിസ്റ്റൻസ്, ടൈം ആൻഡ് വർക്ക്, ആവറേജ്, ലോസ് ഓഫ് എക്സ്പൊണൻസ്, മെൻസുറേഷൻ, പ്രോഗ്രഷൻസ്. ഇത്രയാണ് 5 മാർക്കിന് ചോദിക്കുക. റീസണിങ്ങിൽ നിന്നും 5 മാർക്കുണ്ട്. സീരീസ്, നമ്പർ സീരീസ്, ആൽഫബറ്റിക് സീരീസ് ഒക്കെ ഉണ്ട്. ദെൻ മാത്തമാറ്റിക്കൽ സയൻസ്, വെരിഫൈങ് പൊസിഷൻസ്, അനാലജി, ഓഡ് മാൻ ഔട്ട്, ന്യൂമറിക്കൽ എബിലിറ്റി, കോഡിങ്, ഡീകോഡിങ്, സാധാരണ നമ്മൾ കാണുന്ന റീസണിങ് ചോദ്യങ്ങൾ തന്നെയാണ് ഈ ഭാഗത്തു നിന്നുള്ളത്. അപ്പോൾ ഇതാണ് ഡീറ്റെയിൽഡ് ആയിട്ടുള്ള സിലബസ്. ഇതാണ് നമുക്ക് പഠിക്കാനുള്ളത്. അപ്പോൾ ഇതിൽ നമ്മൾ എങ്ങനെ ഇനി പഠിക്കണം, എങ്ങനെ പഠിച്ചാൽ ഇനി ഇതുവരെ നിങ്ങൾ സ്റ്റാർട്ട് ചെയ്തിട്ടില്ലാത്ത ഒരാളാണെങ്കിൽ പോലും, അല്ല നിങ്ങൾ പഠിച്ചു തുടങ്ങി ഒരു ലെവൽ വരെയൊക്കെയുള്ള കാര്യങ്ങൾ നിങ്ങൾക്ക് അറിയാം എങ്കിൽ പോലും നിങ്ങളൊരു സിസ്റ്റമാറ്റിക് ആയിട്ട് ഇതുവരെ സ്റ്റഡി ഷെഡ്യൂൾ ഉണ്ടാക്കിയിട്ടില്ലെങ്കിൽ അത് ചെയ്യുക എന്നുള്ളതാണ് നമ്മൾ ചെയ്യേണ്ടത്. ഇത് തൊട്ട് മുന്നേ നടന്ന പരീക്ഷയുടെ സിലബസ് ആണ് കേട്ടോ. അപ്പോൾ അത് തന്നെയായിരിക്കും, ഒരു മാറ്റം ഉണ്ടാകാനുള്ള സാധ്യത വളരെ വളരെ കുറവാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ നമ്മൾ ചെയ്യേണ്ടത് ഈ 40 മാർക്ക് കമ്പ്യൂട്ടർ ആപ്ലിക്കേഷൻ ഏറ്റവും കൂടുതൽ ഇമ്പോർട്ടൻസ് കൊടുത്ത് നമ്മൾ പഠിക്കുക. ഇത് ഒരു സബ്ജക്റ്റ് തീർത്തിട്ട് അടുത്ത സബ്ജക്റ്റിലേക്ക് പോവുക എന്നുള്ളതല്ല, പാരലായിട്ട് നിങ്ങളൊരു സ്റ്റഡി പ്ലാൻ പ്രിപ്പയർ ചെയ്യുക എന്നുള്ളതാണ് ചെയ്യേണ്ടത്.
ഓക്കെ, അതിനകത്ത് കമ്പ്യൂട്ടർ ആപ്ലിക്കേഷൻ വരണം, കൂടുതൽ ദിവസങ്ങൾ കമ്പ്യൂട്ടർ ആപ്ലിക്കേഷൻ വരണം, അതിൻ്റെ കൂടെ ടൈപ്പ് റൈറ്റിംഗ് വരണം, മലയാളം വരണം, ഈ പറഞ്ഞ അരിത്തമെറ്റിക് വരണം, റീസണിങ് വരണം, അതിൻ്റെ കൂടെ ഈ കറണ്ട് അഫയേഴ്സും GK വരണം. അങ്ങനെ ഒരു സ്റ്റഡി പ്ലാൻ സിസ്റ്റമാറ്റിക് ആയിട്ട് പ്രിപ്പയർ ചെയ്ത് പോവുക, പാരലായിട്ട് പോകാനായിട്ട് ശ്രദ്ധിക്കുക. ആഴ്ചയിൽ ഒരിക്കൽ വീക്കെൻഡിൽ കൃത്യമായിട്ട് ആ ആഴ്ച പഠിച്ചത് കംപ്ലീറ്റ് ആയിട്ട് റിവൈസ് ചെയ്യുക. അടുത്ത ആഴ്ചയിലേക്ക് വരുമ്പോൾ കഴിഞ്ഞ 2 ആഴ്ച പഠിച്ചത് കംപ്ലീറ്റ് ആയിട്ട് റിവൈസ് ചെയ്യുക. അങ്ങനെ റിവൈസ് ചെയ്ത് പോയെങ്കിൽ മാത്രമേ PSC പരീക്ഷയിൽ നിങ്ങൾക്ക് മികച്ച റാങ്ക് നേടാനായിട്ട് സാധിക്കുകയുള്ളൂ. അതോടൊപ്പം തന്നെ ക്വസ്റ്റ്യൻസ് മാക്സിമം വർക്കൗട്ട് ചെയ്യുക. അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് നമ്മൾ ഈ കോൺഫിഡൻഷ്യൽ അസിസ്റ്റന്റുമായി ബന്ധപ്പെട്ട് അല്ലെങ്കിൽ സ്റ്റെനോഗ്രാഫർ പരീക്ഷയുമായിട്ട് അല്ലെങ്കിൽ ടൈപ്പിസ്റ്റ് പരീക്ഷയുമായി ബന്ധപ്പെട്ട് നമുക്ക് പഠിക്കാനുള്ളത്. ഇത് സിസ്റ്റമാറ്റിക് ആയിട്ട് ചിട്ടയോടുകൂടി പഠിക്കുകയാണെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾക്ക് റാങ്ക് ലിസ്റ്റിൽ എത്താനായിട്ട് സാധിക്കും. അപ്പോൾ ഒട്ടും വൈകണ്ട, നന്നായിട്ട് പഠിക്കുക. കോഴ്സിന്റെ ആവശ്യമുണ്ടെങ്കിൽ, കോച്ചിങ്ങിന്റെ ആവശ്യമുണ്ടെങ്കിൽ i+നൊപ്പം ചേരാം. നമ്മുടെ കോഴ്സ് വളരെ ചെറിയ ഫീസിൽ നിങ്ങൾക്ക് ജോയിൻ ചെയ്യാവുന്നതാണ്. ഓൾ ദി ബെസ്റ്റ്. താങ്ക് യു.